ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റിലെത്തി നമ്മൾ സ്റ്റക്ക് ആവുമ്പോഴാണ് ഈ പറഞ്ഞ കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നത്. എനിക്ക് ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ നല്ല സിനിമകൾ ചെയ്യുക, നല്ല സിനിമകളുടെ ഭാഗമാവുക, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക. അതിനാണ് ഞാൻ എപ്പോഴും പ്രിഫറൻസസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പക്ഷെ ഒരു സ്റ്റാർ ആവാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ സിനിമകൾക്ക് ഒരു ബിസിനസ് ഉണ്ടാവണം, എൻ്റെ ഫേസ് മാത്രം വെച്ചിട്ട് സിനിമകൾ വിജയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ എന്നെ എപ്പോഴും എനിക്ക് ഒരു തൃപ്തി തരുന്നത് നല്ല പെർഫോമൻസസും നല്ല സിനിമകളുമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. പിന്നെ വൈറസ് പോലുള്ളൊരു സിനിമ വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആക്ടർ സിദ്ദിഖ് മകനോട് പറഞ്ഞത് ആസിഫിന്റെ അഭിനയം കണ്ടു പഠിക്കൂ, അതാണ് അഭിനയം, അത് അഭിനയിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് ആക്ടർ സിദ്ദിഖിനെ പോലെ ഒരാള് സ്വന്തം മകനോട് പറഞ്ഞത്. ആ കമന്റ് കേൾക്കുമ്പോൾ സിദ്ദിഖാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആസ് എൻ ആക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആളാണ് സിദ്ദിഖ്. നമ്മൾ ചെയ്ത പല സിനിമകളിലും സിദ്ദിഖ്, ഞാൻ ബൈസിക്കിൾ തീവ്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സിദ്ദിഖാൻ ആദ്യമായിട്ട് കാണുമ്പോൾ, ആദ്യമായിട്ട് ഞാൻ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ സിദ്ദിഖാൻ തോന്നുന്നു, സിദ്ദിഖ് നിങ്ങൾ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തൊരു വേഷമുണ്ട്, അത് ഒരു കരിയറിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പല ആക്ടേഴ്സും ചെയ്യുകയും പിന്നെ അവിടെ നിന്നൊക്കെ മാറി അങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്യാൻ മടിക്കുകയും ചെയ്തല്ലോ, പക്ഷേ ചോട്ടാ മുംബൈയിൽ എന്തൊരു പൊളിയാണ് നിങ്ങൾ പൊളിച്ചതെന്ന് പറഞ്ഞ് ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടെയിലെൻഡിൽ ഈ ബൈസിക്കിൾ ദിവസം കണ്ടവർക്കറിയാം, ഇതിൻ്റെ ടെയിലെൻഡിൽ സിദ്ദിഖ വന്നിട്ട്, അതായത് അതുവരെ കണ്ട ആൾ മാറി വേറൊരാളായിട്ട് വരും. വല്ലപ്പോഴും ഞങ്ങളെ കൂടെ വിളിവായി എന്ന് സാധനം ചെയ്യുന്നുണ്ട്. അത് പുള്ളി ശരിക്കും ആ ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഒറ്റ തോട്ടിലായിരിക്കാം ആ ക്യാരക്ടർ അദ്ദേഹം അങ്ങനെ ചെയ്തത്. അത്ര വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നമ്മൾ സൺഡേ ഹോളിഡേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഈ ചേട്ടൻ ഇരുന്ന് ഇയാളുടെ വിഷമങ്ങളൊക്കെ പറയുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ അകത്തൊരു ഷോട്ട് ഇച്ചിരി ലെങ്തി ഷോട്ടാണ്. അത് സിദ്ദിഖ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇയാൾ ചുമച്ച് 2 പ്രാവശ്യം ചുമച്ചപ്പോൾ ഞാനിങ്ങനെ കട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളം എടുത്തു കൊടുത്തു. അപ്പോൾ ഈ വെള്ളം മേടിച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ട് നിന്നോട് ആരാണ് ഞാൻ വെള്ളം ചോദിച്ചത്. അദ്ദേഹം അഭിനയിക്കുമായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി, എനിക്ക് മനസ്സിലായില്ല ശരിക്കും. അത്രയും ഫൈൻ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ സിദ്ദിഖയുടെ കൂടെയുള്ള സിനിമകളൊക്കെ എനിക്ക് മെമ്മറബിൾ ആണ്. ഞാൻ ഒരുപാട് നല്ല സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം പറഞ്ഞത്. അപ്രിസിയേഷൻസ് എന്തായാലും നല്ലതാണ്. ഈ ആക്ടിങ്ങിലെ സത്യത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് നമ്മൾ പറയാറുള്ളത്, ചില ഒബ്സർവേഷൻസ്, വായന, ഇതൊക്കെയാണ് കൊണ്ടു നടക്കാറുള്ളത്. ആസിഫ് പലപ്പോഴും കണ്ണാടി നോക്കിയിട്ട് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതൊരു കാലത്തായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലേക്ക്, ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ സെറ്റിൽ പോയിട്ട് മാത്രമാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മനസ്സിലേക്ക് ഇടാറുണ്ടോ?